അഗത്തി ദ്വീപ് സന്ദർശിക്കാനെത്തിയ ഞങ്ങൾ 3-ാം ദിവസവും സൂര്യോദയം കണ്ട് നിർവൃതി അടയാൻ വേണ്ടി സൂര്യൻ ഉണരുന്നതിന് മുൻപേ കടൽ തീരത്ത് കിഴക്ക് ദിശയിൽ നടന്ന് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. സൂര്യോദയം കാണാൻ കഴിയുമോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും ചക്രവാളത്തിൽ മേഘങ്ങൾ, കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി നിൽക്കുകയാണ്. സൂര്യകിരണങ്ങൾ ചക്രവാളത്തിലേക്ക് പടർന്ന് കയറുന്നുണ്ടെങ്കിലും സൂര്യൻ എത്തുന്ന സമയത്ത് ഈ കാർമേഘങ്ങൾ ഞങ്ങളെ ചതിക്കുമോ എന്നാണ് ഞങ്ങളുടെ ആശങ്ക. എന്തായാലും ശുഭപ്രതീക്ഷയോടെ തന്നെ ഞങ്ങൾ സൂര്യോദയത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. കാർമേഘങ്ങൾ നീലാകാശത്തിനെ പരിപൂർണമായി മറച്ച രീതിയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. സൂര്യൻ ഉദിച്ചു വരുന്ന സമയം ആയതുകൊണ്ട് ചക്രവാളത്തിൽ സൂര്യൻ്റെ സ്വർണ്ണപ്രഭ അലിഞ്ഞു ചേർന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ചക്രവാളത്തിലെ ആ സൂര്യ സ്വർണ്ണ പ്രഭയിൽ നിൽക്കുന്ന സമയത്തും കാർമേഘങ്ങൾ ഒട്ടും ദാക്ഷിണ്യം കാണിക്കാതെ സൂര്യനെ ഒരു കാരണവശാലും പുറത്ത് കാണിക്കില്ല എന്ന വാശിയിലാണോ അവർ ഒരുങ്ങി നിൽക്കുകയാണ് സൂര്യനെ മറയ്ക്കാൻ. നിശബ്ദമായി നിൽക്കുന്ന തെങ്ങിൻ തലപ്പുകൾ സൂര്യോദയം കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഞങ്ങളോടുള്ള അനുതാപം പ്രകടിപ്പിച്ചുകൊണ്ടാണോ നിശബ്ദരായി അവർ നോക്കി നിൽക്കുന്നത് എന്ന സംശയം തോന്നുന്നുണ്ട്. വീണ്ടും പ്രതീക്ഷയോടെ ഞങ്ങൾ ചക്രവാളത്തിലേക്ക് നോക്കുകയാണ്. ഇതാ സ്വർണ്ണ വർണ്ണപ്രഭ പ്രകടമാകുന്നുണ്ടെങ്കിലും സൂര്യൻ ഉദിച്ച് ഉയരുന്ന സമയം ആകുമ്പോൾ അവയെ മറയ്ക്കാൻ വേണ്ടി തയ്യാറായി കാർമേഘങ്ങൾ നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇന്നേ ദിവസമെങ്കിലും സൂര്യോദയം കണ്ടു മടങ്ങണം എന്നുള്ള വിശ്വാസത്തോടെയാണ് നിൽക്കുന്നത്. കരയിൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വളരെ ശാന്തരായി സൂര്യോദയവും പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയാണ്. അതാ ഞങ്ങൾ ചക്രവാളത്തിലേക്ക് എത്തി നോക്കുകയാണ്. അവിടെ സൂര്യപ്രകാശത്തിൻ്റെ സ്വർണ്ണവർണ്ണ പ്രഭ കാണാനുണ്ട് എന്നല്ലാതെ സൂര്യനെ കാണാൻ കഴിയുന്നില്ല. സൂര്യൻ എത്തേണ്ട സമയം ആവുന്നതേ ഉണ്ടായിരിക്കുകയുള്ളൂ. പക്ഷേ ഞങ്ങളുടെ ആകാംക്ഷ മൂലം ഞങ്ങൾ വീണ്ടും ആകാശത്തിലേക്ക് നോക്കി
കാർമേഘങ്ങളുടെ അവസ്ഥ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കാഴ്ച കാണാൻ കഴിയില്ലെന്ന നിരാശയിൽ സൂര്യോദയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ എടുക്കാമെന്ന് കരുതി നിൽക്കുമ്പോഴാണ് അതാ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ആ അസുലഭ സൗഭാഗ്യം ഞങ്ങൾക്ക് കൈവന്നിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് സൂര്യോദയം പ്രകടമായി കാണാൻ കഴിഞ്ഞിരിക്കുന്നു. സൂര്യൻ ഞങ്ങളെ നോക്കി ചിരിക്കുകയാണോ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. എന്തായാലും 3-ാം ദിവസമായെന്ന് അഗത്തി ദ്വീപിൽ വന്ന് ഞങ്ങൾ സൂര്യോദയം കണ്ടിരിക്കുന്നു. ആ ദൃശ്യം മൊബൈലിൽ പകർത്താനുള്ള തിടുക്കത്തിലാണ് സുഹൃത്തുക്കളെല്ലാവരും. വീണ്ടും സൂര്യന് സന്തോഷത്തോടെ ആ കാഴ്ച കണ്ട് മതിമറക്കാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. തെങ്ങിൻ തലപ്പുകൾ എത്തി നോക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ ആഹ്ലാദം ഞങ്ങളുടെ മൊബൈൽ പകർത്തുന്ന കാഴ്ച കണ്ട് തെങ്ങിൻ തലപ്പുകൾ നോക്കി നിൽക്കുകയാണ്. സൂര്യോദയം ഞങ്ങൾക്ക് ഇന്നേ ദിവസം ലഭ്യമായിരിക്കുന്നു. എത്ര മനോഹരമായ കാഴ്ചയാണ്. വീണ്ടും തൊട്ടുമുകളിൽ കാർമേഘങ്ങൾ വന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. ഇതാ സൂര്യോദയത്തെ നോക്കി നിന്ന് എന്തൊക്കെയോ സൂര്യനോട് സംസാരിക്കുന്നുണ്ട് എൻ്റെ ഒരു സുഹൃത്ത്. വീണ്ടും ഒരു വട്ടം കൂടി സൂര്യനെ ഒരു നോക്ക് കണ്ട് തിരിച്ചു പോകാം എന്ന വിശ്വാസത്തിൽ ഞങ്ങൾ സൂര്യനെ കാണാൻ വേണ്ടി നോക്കുകയാണ്. അതാ കാർമേഘം വന്ന് മൂടുന്നതിനുള്ള ഒരു ശ്രമത്തിലാണ്. പക്ഷേ സൂര്യൻ്റെ പ്രഭ തെളിഞ്ഞ് വരുന്നില്ല. കാരണം കാർമേഘങ്ങൾ മൂടി നിൽക്കുകയാണ്. ഒറ്റവാളത്തിൽ ആകാശത്തിൽ കാർമേഘങ്ങളുടെ ആക്രമണമാണ്. ആ സൂര്യോദയത്തെ ഉടനെ മായ്ക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കാർമേഘങ്ങൾ. പക്ഷേ അതിനിടയിലൂടെ നിങ്ങൾക്ക് ആ കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. തിരമാലകളുടെ ഞങ്ങളൊരു സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ കരയിലേക്ക് ആഞ്ഞു വീശുന്നുണ്ട്. ഇതാ വീണ്ടും കാർമേഘങ്ങൾ സൂര്യനെ മറച്ചിരിക്കുന്നു. ഞങ്ങളുടെ കാഴ്ച തടസ്സപ്പെടുത്തിയിരിക്കുന്നു. തിരമാലകൾ ആഞ്ഞു വീശി ആ ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. വീണ്ടും കാർമേഘങ്ങളാൽ മൂടപ്പെട്ട് സൂര്യോദയത്തിൻ്റെ കൃത്യമായ കാഴ്ച കാണാൻ കഴിയാതെ കാർമേഘങ്ങളെ നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ. ഇനിയും കൂടുതൽ കാഴ്ചകൾ കാണാനുള്ള സാധ്യത തെളിയുന്നില്ല എന്ന് മനസ്സിലാക്കി കാർമേഘങ്ങളോട് ഞങ്ങളുടെ വിദ്വേഷം ഞങ്ങളുടെ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വിടവാങ്ങാൻ ഒരുങ്ങുകയാണ്. എങ്കിലും ആകാശത്ത് കാണുന്ന ആ ഒരു പ്രകൃതിയുടെ മനോഹരമായ പെയിൻറ്റിങ് എത്ര നേരം നോക്കി നിന്നാലും മതിയാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ അവയുടെ ആ സൗന്ദര്യം ആകാശത്ത് കാണുന്ന ആ പെയിൻറ്റിങ് കണ്ട് ആസ്വദിച്ച് നിന്നു. ഇനി സൂര്യനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് സൂര്യനോട് വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പുറപ്പെടുകയാണ്. ആകാശത്ത് കാണുന്ന സൂര്യനില്ലാത്ത ആ പ്രഭാതത്തിൻ്റെ ഒരു ദൃശ്യം കൂടി നോക്കി ഞങ്ങൾ തിരിച്ച് പുറപ്പെട്ടു.